നമ്മളൊരു സിനിമ കാണാൻ തിയേറ്ററിൽ ചെല്ലുന്നു, അല്ലെങ്കിൽ ഫോണിൽ കാണുന്നു, അല്ലെങ്കിൽ TV കാണുന്നു, ലൈക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സിനിമയുടെ ടൈറ്റിൽ അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്ന പേര് സംവിധാനം എന്നായിരിക്കും, അല്ലേ? ഡയറക്റ്റഡ് ബൈ. പക്ഷേ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സംവിധായകൻ കസേരയിൽ ഇരിക്കുമ്പോൾ മോണിറ്ററിന് പിന്നിൽ നിന്ന് ആ സിനിമയെ ശരിക്കും നിയന്ത്രിച്ചിരുന്നത് മറ്റൊരാളാണെങ്കിലോ? ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിലായില്ല. സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്. ഇതില് ഏതാണ് മനസ്സിലാവാത്തത്? എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയിലെ ഗോസ്റ്റ് ഡയറക്ടർമാരെ കുറിച്ചാണ്. അപ്പോൾ ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രേതം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആണെന്ന്. പക്ഷേ ഇതല്ല. ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അദൃശ്യ ശക്തി അല്ലെങ്കിൽ ഒരു അദൃശ്യ കൺട്രോൾ, ഒരു നിയന്ത്രണം, അതാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതായത് സിനിമയുടെ ക്രെഡിറ്റ് ഒരാൾക്ക്, പക്ഷെ ബുദ്ധി മറ്റൊരാളുടേത്. കേൾക്കുമ്പോൾ ശരിക്കും കൗതുകം തോന്നുമെങ്കിലും മോളിവുഡ് ചരിത്രത്തിൽ ഇത്തരം ഒരുപാട് കഥകളുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമയിൽ സംവിധായകനേക്കാൾ പവർ തിരക്കഥാകൃത്തിനായിരുന്നു. അതായത് നമ്മുടെ പണ്ടത്തെ സിനിമകൾ പറയുകയാണെങ്കിൽ ഇപ്പം ശ്രീനിവാസൻ, ലോഹിതദാസ്, രഞ്ജിത്ത്, അന്നൊക്കെ അവർ കത്തി നിൽക്കുന്ന ടൈമായിരുന്നു. ഇവരുടെയൊക്കെ സ്ക്രിപ്റ്റിൽ സിനിമ ചെയ്യുമ്പോൾ സംവിധായകൻ വെറും ഒരു ക്യാമറ ഇൻചാർജ് മാത്രമായി മാറിയ സന്ദർഭങ്ങളുണ്ട്. അതായത് പലപ്പോഴും സെറ്റിൽ ഏത് ആംഗിളിൽ ക്യാമറ വെക്കണം, നടൻ എങ്ങനെ കരയണം എന്ന് വരെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് തല. അപ്പോൾ ഏത് ഷോട്ടാണ് ആദ്യം? നമുക്ക് എല്ലാ ഷോട്ടും ആദ്യം തന്നെ എടുക്കാം. അപ്പോൾ സംവിധായകൻ എന്ത് ചെയ്യും? അതൊരു പോയിന്റ് അല്ലേ? അപ്പോൾ സംവിധായകൻ ചെയ്യുന്നത് അദ്ദേഹം സൈഡിൽ ഇരുന്നിട്ട് ഷോട്ട് ഓക്കെ എന്ന് മാത്രം പറയും. ഇതിനെ നമുക്ക് ഗോസ്റ്റ് ഡയറക്ഷൻ എന്ന് വിളിക്കാം. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. സംവിധായകനും മുകളിൽ, അവനാണ് ഗോസ്റ്റ് ഡയറക്ടർ. ഇതിനെ വേണമെങ്കിൽ മറ്റൊരു രീതിയിലും വ്യാഖ്യാനിക്കാം, സ്ക്രിപ്റ്റിനോടുള്ള നീതി അല്ലെങ്കിൽ ആത്മാർത്ഥത. ഇനി നമുക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ കാര്യത്തിലേക്ക് വരാം. അതിൽ നമുക്ക് ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും കാര്യം എടുക്കാം. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഇവർക്ക് ഒരു സീൻ കണ്ടാൽ അറിയാം അത് വർക്ക് ആകുമോ ഇല്ലയോ എന്ന്, അല്ലേ? പല പഴയ സിനിമകളിലും ലാലേട്ടൻ സീനുകൾ റീവർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ സംവിധായകൻ ഓക്കെ പറഞ്ഞ ഷോട്ട് പോലും ഇതൊന്നുകൂടൊന്നും മാറ്റിയാലോ എന്ന് ലാലേട്ടൻ ചോദിച്ചാൽ പിന്നെ അവിടെ എന്താ സംഭവിക്കുക? മാറ്റും. ലാലേട്ടൻ തന്നെയാണ് അവിടുത്തെ ഡയറക്ടർ. അതുപോലെ തന്നെ മമ്മൂട്ടിയും ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പൊ ആ സിനിമകളുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയായി പോവും. ഇപ്പം നമ്മുടെ പൃഥ്വിരാജിന്റെ കാര്യം നോക്ക്. ലൊക്കേഷനിൽ അദ്ദേഹം കാണിക്കുന്ന ആവേശം ചിലപ്പോൾ സംവിധായകനെ പോലും അത്ഭുതപ്പെടുത്താറുണ്ട്. ഇതിനെ ചിലർ ഇടപെടൽ എന്നും വിളിക്കാറുണ്ട്, ചിലർ സിനിമയോടുള്ള ആത്മാർത്ഥത എന്നും വിളിക്കാറുണ്ട്. പക്ഷെ ഇത് മിക്കവർക്കും ഒരു കല്ലുകടിയായി മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളൊരു സിനിമ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് നന്നായാൽ മറ്റൊരാൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അത് തന്നെ. ഇവിടെയാണ് അടുത്ത പോയിന്റ്. സിനിമ ഹിറ്റായാൽ സംവിധായകൻ വേറെ ലെവലാണ്, പുലിയാണ്. പക്ഷെ ഫ്ലോപ്പ് ആയാലോ? അപ്പോൾ സംവിധായകൻ പറയും അത് ഞാൻ പ്ലാൻ ചെയ്തതല്ല, ആ നടൻ വന്ന് സീൻ മാറ്റി വെച്ചു, റൈറ്റർ കൈകടത്തിയതാണ് എന്നൊക്കെ. പരാജയത്തിന്റെ ഭാരം ഒഴിവാക്കാൻ ഈ ഗോസ്റ്റ് ഡയറക്ടർ കഥകൾ പലപ്പോഴും പലരും പല ഇന്റർവ്യൂകളിലും ആയുധമാക്കാറുണ്ട്, ആക്കിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ലേ? ഇതാണ് മോളിവുഡിലെ ഗോസ്റ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഗോസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഒരു നടൻ സിനിമയിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ? പുള്ളി ആക്ട് ചെയ്തിട്ട് പുള്ളിയുടെ കാര്യം നോക്കിയാൽ പോരെ. ഇപ്പം തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിൽ ലോകേഷിന്റെ സിനിമകളിൽ വിജയ് കൈകടത്തിയിട്ടുണ്ട്, അതുപോലെ കങ്കുവയില് സൂര്യ കൈകടത്തിയിട്ടുണ്ട് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതിലെ സത്യാവസ്ഥ എന്താണ്, എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷെ പലപ്പോഴും നടന്മാർക്ക് വേണ്ടി ഡയറക്ടർമാർ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു മറുപടി നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക, ഞാനതിന് റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഇങ്ങനെയുള്ള ഗോസ്റ്റ് ഡയറക്ഷൻ കഥകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സംശയമുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് കൂടെ പറ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിയോൺ ഫ്രെയിം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണാം. ബൈ.